കൃഷിയെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ അതിയാമ്പൂർ കൂട്ടായ്മ ഇത്തവണയും അതിയാമ്പൂർ റൈസ് വിപണിയിലെത്തിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. സുജാത ടീച്ചറുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കൃഷിയിലൂടെ 5ാം തവണയാണ് അതിയാമ്പൂർ റൈസ് വിപണിയിലെത്തിക്കുന്നത്. This news sponsored by BioPlus മടിക്കൈ ജൈവവളം. Contact 8547 977188 8547 349188. കാഞ്ഞങ്ങാട് നഗരസഭ 4ാം വാർഡും അതിയാമ്പൂർ കർഷക കൂട്ടായ്മയും അത്തിക്കണ്ടം വയലിൽ നടത്തിയ ജൈവ നെൽകൃഷിയിലൂടെ വിളവെടുത്ത അതിയാമ്പൂർ റൈസ് ഇത്തവണയും വിപണിയിലെത്തി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. സുജാത ടീച്ചറുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കൃഷിയിലൂടെ 5ാം തവണയാണ് അതിയാമ്പൂർ റൈസ് വിപണിയിലെത്തിക്കുന്നത്. പാരമ്പര്യ കർഷകനായ ഗംഗാധരൻ, ഉണ്ണികൃഷ്ണൻ, ശാലു, ധീരജ് എന്നീ 4 സുഹൃത്തുക്കളുടെ പൂർണ്ണ പിന്തുണയും കഠിനാധ്വാനവും ഒത്തുചേർന്നപ്പോൾ ഇവരുടെ വിയർപ്പ് വീണ മണ്ണിൽ വിളഞ്ഞത് 100 മേനിയാണ്. ഇത്തവണ 1839 കിലോ അരിയാണ് ഇവർക്ക് ലഭിച്ചത്. അതിയാമ്പൂരിൽ നടന്ന ചടങ്ങിൽ അരിയുടെ വിപണന ഉദ്ഘാടനം മുൻ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി. അപ്പുക്കുട്ടൻ നിർവഹിച്ചു. അങ്ങനെ മാത്രമേ നമുക്ക് സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങാൻ. ഭക്ഷ്യവിഷയത്തിൽ നമുക്കിനിയും സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. അരിയുടെ ഉത്പാദനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പലരെയും ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ്. ആ ഒരു വിഷമാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകുന്നത് സംരംഭമാണ്. ഇവിടെ നമ്മുടെ വാർഡിൽ നടന്നിട്ടുള്ള ജൈവ കൃഷി സംരംഭം തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു സംഗതി. നഗരസഭാധ്യക്ഷ കെ.വി. സുജാത ടീച്ചർ അധ്യക്ഷയായി. 5 കിലോ വീതമുള്ള പാക്കറ്റുകളിലാക്കി നാട്ടിലെ മുഴുവൻ ആളുകൾക്കും നൽകിയതിനു ശേഷം ബാക്കിയുള്ളവ കൃഷിയിൽ നല്ല രീതിയിൽ സഹായിക്കുന്ന കാഞ്ഞങ്ങാട്ടെ പ്രമുഖ വ്യാപാരി ഗുരുദത്ത് പൈക്ക് നൽകുകയാണ് പതിവ്. അരിക്ക് വിപണിയൊരുക്കി സഹായിക്കുന്ന ഗുരുദത്ത് പൈ കൃഷിക്ക് മുൻകൈയെടുത്ത നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. സുജാത ടീച്ചർ, ബി. ഗംഗാധരൻ, എ.കെ. ഉണ്ണികൃഷ്ണൻ, പി.വി. സാലു, കെ.പി. ധീരജ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. എം. രാഘവൻ, എ.കെ. ആൽബർട്ട്, കെ. പുഷ്പലത, എ.കെ. രസിക്, അർജുൻ പാറക്കാട്ട്, മുനിസിപ്പൽ ജീവനക്കാരൻ ദിവാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.